കുട്ടനാട് FM 90.0 കർഷകന്റെ റേഡിയോ. കർഷകന്റെ വാക്ക്, കൃഷിയുടെ കൂട്ട്. ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ്, ഉദ്യോഗമണ്ഡൽ, എറണാകുളം. FACT കാർഷിക സ്പോൺസർഡ് പരിപാടി. PM പ്രണാം എന്ന പദ്ധതിയെപ്പറ്റി പരിചയപ്പെടാം. 2023 ജൂൺ 28 മാതൃഭൂമിയുടെ പുനരുദ്ധാരണം, അവബോധം വളർത്തൽ, പോഷണം മെച്ചപ്പെടുത്തൽ എന്നിവയ്ക്കായുള്ള പ്രധാനമന്ത്രിയുടെ PM പ്രണാം എന്നറിയപ്പെടുന്ന ഒരു സംരംഭം ഇന്ത്യ ഗവൺമെന്റ് അവതരിപ്പിച്ചു. കാർഷിക രീതിയിലേക്കുള്ള അനിവാര്യമായ മാറ്റം സൂചിപ്പിക്കുന്ന ഒരു പരിപാടിയാണിത്. രാജ്യത്തിന്റെ ദീർഘകാല ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ മണ്ണിന്റെ ആരോഗ്യത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയുക, രാസവളങ്ങളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് വർദ്ധിച്ചു വരുന്ന ആശങ്കകൾ പരിഹരിക്കുന്നതിൽ പ്രധാനമന്ത്രി പ്രണാം പദ്ധതി പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഈ പദാർത്ഥങ്ങൾ പരമ്പരാഗതമായി വിളവിലേക്ക് നയിച്ചിട്ടുണ്ടെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ മണ്ണിന്റെ ഗുണനിലവാരത്തിൽ അവയുടെ പ്രതികൂല സ്വാധീനം വ്യാപകമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആശങ്ക പരിഹരിക്കുന്നതിൽ സന്തുലിത സമീപനത്തിനും വളപ്രയോഗത്തിനും സുസ്ഥിര കാർഷിക രീതികൾ സ്വീകരിക്കുന്നതിനും വേണ്ടി വാദിക്കാൻ സംസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഈ സംരംഭം ശ്രമിക്കുന്നു. പ്രധാന ഘടകം ഒരു റിവാർഡ് സിസ്റ്റത്തെ ചുറ്റിപ്പറ്റിയാണ്. രാസവളങ്ങളെ ആശ്രയിക്കുന്നത് പ്രകടമായി കുറയ്ക്കുന്ന സംസ്ഥാനങ്ങൾക്ക് സംരക്ഷിച്ച സബ്സിഡിയുടെ ഒരു ഭാഗം ലഭിക്കും. ഈ ഫണ്ടുകൾ സുസ്ഥിരമായ ഭൂപരിപാലന രീതികളെ പിന്തുണയ്ക്കുന്നതിനായി തന്ത്രപരമായി നിക്ഷേപിക്കാം. ആത്യന്തികമായി സംസ്ഥാനങ്ങളുടെ കാർഷിക പ്രവർത്തനങ്ങൾക്കും മൊത്തത്തിലുള്ള വികസനത്തിനും പ്രയോജനം ചെയ്യും. പദ്ധതിയുടെ ലക്ഷ്യം: PM പ്രണാം പ്രോഗ്രാം തന്ത്രപരമായ സമീപനത്തിലൂടെ ഇന്ത്യയിലെ മണ്ണിന്റെ ആരോഗ്യത്തിന്റെയും വളപ്രയോഗത്തിന്റെയും നിർണായക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നു. രാസവളങ്ങൾ ഉപയോഗിക്കുന്നതിന് സമഗ്രമായ സമീപനം സ്വീകരിക്കാൻ സംസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനാണ് ഇത് ലക്ഷ്യമിടുന്നത്. രാസവളങ്ങൾ കൂടാതെ ജൈവവളങ്ങളും പ്രകൃതിദത്ത ബദലുകളും സ്വീകരിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. ഈ പദ്ധതി നടപ്പാക്കുന്നതിലൂടെ ദീർഘകാല കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് മണ്ണിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. കൂടാതെ തിരഞ്ഞെടുപ്പുകൾക്കായി വാദിച്ചുകൊണ്ട് രാസവളങ്ങൾക്ക് സബ്സിഡി നൽകാനുള്ള സർക്കാരിന്റെ ഭാരം കുറയ്ക്കാനും പരിപാടി ലക്ഷ്യമിടുന്നു. റിസോഴ്സ് അലോക്കേഷനിലെ ഈ മാറ്റം സുസ്ഥിര കൃഷിരീതികൾക്കായുള്ള പ്രേരണയ്ക്കൊപ്പം യോജിച്ച് രാസ ഇൻപുട്ടുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്ന സർക്കാർ സംരംഭങ്ങളിൽ നിക്ഷേപം സാധ്യമാക്കുന്നു. പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്: സമതുലിതമായ രാസവളങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക, മണ്ണിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിനും ജൈവവളങ്ങൾ, ജൈവ ബദലുകൾ എന്നിവയ്ക്ക് പുറമെ രാസവളങ്ങൾക്ക് പ്രോത്സാഹനങ്ങൾ നൽകുന്നതിലൂടെയും വിവിധ തരം വളങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നു. ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും വിലയിലെ ഏറ്റക്കുറച്ചിലുകൾ ലഘൂകരിക്കുന്നതിനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. സുസ്ഥിര സമ്പ്രദായങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, സംയോജിത കൃഷി സമ്പ്രദായങ്ങൾ, സൂക്ഷ്മ ജലസേചനം തുടങ്ങിയ പുനരുൽപാദന കാർഷിക തത്വങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, ദീർഘകാല ചെലവുകൾ കുറയ്ക്കുക, ഇതര മാർഗങ്ങൾ സ്വീകരിച്ച് സർക്കാർ മറ്റ് സംരംഭങ്ങൾക്കായി സബ്സിഡി ഭാരം കുറയ്ക്കുക എന്നതും ലക്ഷ്യമിടുന്നു. സ്കീമിന്റെ ആവശ്യകത: തുടക്കത്തിൽ വിളവ് വർദ്ധിപ്പിക്കുന്ന രാസവളങ്ങൾ ദീർഘകാല അടിസ്ഥാനത്തിൽ മണ്ണിന്റെ ഗുണനിലവാരത്തെ ദോഷകരമായി ബാധിക്കുകയും കാലക്രമേണ പരിസ്ഥിതിയെയും കാർഷിക ഉൽപാദനക്ഷമതയെയും ബാധിക്കുകയും ചെയ്യും. ഈ പ്രശ്നത്തെ ചെറുക്കുന്നതിന് സുസ്ഥിരമായ കൃഷി രീതികളിലേക്ക് മാറേണ്ടത് അത്യാവശ്യമാണ്. മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുക മാത്രമല്ല, പരിസ്ഥിതി സൗഹൃദ രീതികളെ പ്രോത്സാഹിപ്പിക്കുകയും ജൈവവളങ്ങൾക്കും ജൈവ ഓപ്ഷനുകൾക്കും വേണ്ടി വാദിച്ചുകൊണ്ടാണ് PM പ്രണാം എന്ന സ്കീമിന്റെ ആവശ്യകത. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ, എറണാകുളം. നമോ ഡ്രോൺ ദീദി പദ്ധതി ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ്, മിനിസ്ട്രി ഓഫ് ഫെർട്ടിലൈസർ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന സർക്കാർ വകുപ്പുകൾ സഹകരിച്ച് രൂപകൽപ്പന ചെയ്ത ഒരു കേന്ദ്രമേഖലാ പദ്ധതിയാണ് നമോ ഡ്രോൺ ദീദി പദ്ധതി. നാനോ വളങ്ങളുടെയും കീടനാശിനികളുടെയും കൃത്യമായ സ്പ്രേ ചെയ്യുന്നതിനായി കാർഷിക മേഖലയിൽ ഡ്രോണുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് സ്ത്രീകളുടെ പങ്കാളിത്തത്തിനും മുഖ്യധാര കൃഷിയിൽ അവരുടെ സുസ്ഥിരമായ പങ്കാളിത്തത്തിനും ഊന്നൽ നൽകാനാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത്.
പദ്ധതികളുടെ പ്രധാന ഹൈലൈറ്റുകൾ ഇവയാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ, ഗ്രാമവികസന വകുപ്പ്, രാസവള വകുപ്പ്, NRLM, ലീഡ് ഫെർട്ടിലൈസർ കമ്പനികൾ എന്നിവയുടെ കീഴിൽ പ്രമോട്ട് ചെയ്യപ്പെടുന്ന വനിതാ സ്വയം സഹായ സംഘങ്ങളുടെ വിഭവങ്ങളും പരിശ്രമങ്ങളും സംയോജിപ്പിച്ച് സമഗ്രമായ ഇടപെടലുകൾ പദ്ധതി നിർദ്ദേശിക്കുന്നു. കാർഷിക സേവനങ്ങൾ നൽകുന്നതിന് NRLM-ന് കീഴിൽ ഗ്രാമപ്രദേശങ്ങളിലെ ഏരിയ അല്ലെങ്കിൽ ക്ലസ്റ്റർ, SHG ഗ്രൂപ്പുകൾ എന്നിവയുടെ ശരിയായ തിരഞ്ഞെടുപ്പിനെ ആശ്രയിച്ചാണ് പദ്ധതിയുടെ നടത്തിപ്പ്. അങ്ങനെ ഡ്രോൺ സേവനങ്ങൾക്കായുള്ള അവരുടെ ഭാഗത്തെ കർഷകരിൽ നിന്നുള്ള ആവശ്യമനുസരിച്ച് പ്രദേശം അല്ലെങ്കിൽ ക്ലസ്റ്റർ തിരഞ്ഞെടുക്കുന്നതിനായി വിലയിരുത്തപ്പെടും. അത് സ്വയം സഹായ സംഘങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അടിസ്ഥാനമായി മാറും. സംസ്ഥാന കൃഷി വകുപ്പ്, സംസ്ഥാന മിഷൻ ഡയറക്ടറേറ്റ് ഓഫ് NRLM, LFC, ICAR പ്രതിനിധികൾ എന്നിവരടങ്ങുന്ന സംസ്ഥാന തലത്തിലുള്ള കമ്മിറ്റി ഡ്രോണുകൾ നൽകുന്നതിനായുള്ള തിരിച്ചറിഞ്ഞ ക്ലസ്റ്ററുകളിലെ സംസ്ഥാനങ്ങളിലെ NRLM പ്രകാരമുള്ള പുരോഗമന വനിതാ സ്വയം സഹായ സംഘങ്ങളെ തിരഞ്ഞെടുക്കും. ഡ്രോൺ പൈലറ്റിന് വനിതാ SHG അംഗങ്ങളെ തിരഞ്ഞെടുക്കൽ, ഡ്രോൺ അസിസ്റ്റന്റ് പരിശീലനം എന്നിവ സമിതിയുടെ ഉത്തരവാദിത്തമാണ്. ജില്ല തിരിച്ചുള്ള ഡ്രോൺ ഉപയോഗം, ലഭ്യത, നിലവിലുള്ള വിടവ് എന്നിവയുടെ വിലയിരുത്തൽ, ഭാവി ആവശ്യകതകൾ തിരിച്ചറിയൽ, തിരഞ്ഞെടുത്ത വനിതാ SHGക്ക് LFC കീടനാശിനി കമ്പനികളുമായി ഏകോപിപ്പിച്ച് ബിസിനസ് നൽകൽ ഉറപ്പാക്കൽ എന്നിവയാണ് മറ്റു സവിശേഷതകൾ. യോഗ്യരായ വനിതാ സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളിൽ നിന്നും ഒരാളെ 15 ദിവസത്തെ പരിശീലനത്തിനായി തിരഞ്ഞെടുക്കും. അതിൽ 5 ദിവസത്തെ നിർബന്ധിത ഡ്രോൺ പൈലറ്റ് പരിശീലനവും കാർഷിക ആവശ്യത്തിനായും കീടനാശിനി പ്രയോഗത്തിനും വേണ്ടി അധിക 10 ദിവസത്തെ പരിശീലനവും ഉൾപ്പെടുന്നു. NRLM-ന് കീഴിൽ SHGയിലെ മറ്റ് അംഗങ്ങൾക്ക് ഇലക്ട്രിക്കൽ സാധനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ, ഫിറ്റിംഗ്, മെക്കാനിക്കൽ ജോലികൾ എന്നിവ ഏറ്റെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ഡ്രോൺ സഹായിയായി പരിശീലനം നൽകും. തിരിച്ചറിഞ്ഞ സ്വയം സഹായ സംഘങ്ങൾക്ക് NRLM പ്രകാരം ഡ്രോണുകൾ വാങ്ങുന്നതിനുള്ള സാമ്പത്തിക സഹായവും വായ്പയും നൽകും. NRLM-ന് കീഴിൽ SHGകൾ ഡ്രോണുകൾ വാങ്ങുന്നതിനും റിപ്പയർ ചെയ്യുന്നതിനും ഡ്രോണുകളുടെ പരിപാലനത്തിനും ഡ്രോൺ കമ്പനികൾ മുഖേന നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് LFCകൾ ഡ്രോൺ നിർമ്മാണ കമ്പനികൾക്കും SHGക്കും ഇടയിൽ ഒരു പാലമായി പ്രവർത്തിക്കും. ബന്ധപ്പെട്ട SHGകളുടെ ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷനുമായുള്ള മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് വഴി LFCകൾ ഡ്രോണുകൾ വാങ്ങുകയും SHGകൾക്ക് ഡ്രോണുകളുടെ ഉടമസ്ഥാവകാശം നൽകുകയും ചെയ്യും. അവയുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള സ്വയം സഹായ സംഘങ്ങളുമൊത്തുള്ള ഡ്രോണുകൾ, നാനോ വളങ്ങളുടെ ഉപയോഗം LFCകൾ പ്രോത്സാഹിപ്പിക്കും. നാനോ വളത്തിനും കീടനാശിനി പ്രയോഗത്തിനുമായി കർഷകർക്ക് ഡ്രോൺ സേവനങ്ങൾ SHGകൾ വാടകയ്ക്ക് നൽകുകയും SHGകൾക്ക് അധിക വരുമാനം നേടുകയും ചെയ്യും. നമോ ഡ്രോൺ ദീദിയുടെ പ്രധാന സവിശേഷതകൾ ഇവയാണ്. ഡ്രോൺ വാങ്ങുന്നതിന് NRLM SHGകൾക്ക് സബ്സിഡി നൽകുന്നു. ഡ്രോൺ വിലയുടെ 80% സബ്സിഡിയായി 8 ലക്ഷം രൂപയും നൽകുന്നു. ഡ്രോണിന്റെ ബാക്കി ചിലവിന് AIF-ൽ നിന്ന് വായ്പാ സൗകര്യം, അതുപോലെ 3% പലിശ നിരക്കിൽ ഈസി ലോണും നൽകുന്നതാണ്. ഡ്രോൺ പാക്കേജിന്റെ ഭാഗമായി ഡ്രോൺ പൈലറ്റ് പരിശീലനവും ഡ്രോൺ വഴി അധികമായി വരുമാനം നേടാനുള്ള അവസരവും ലഭിക്കുന്നു. വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് കർഷകർക്ക് ഡ്രോൺ സേവനം നൽകാവുന്നതാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് SICT ഉദ്യോഗമണ്ഡൽ എറണാകുളം. അടുത്തതായി ഇലകളിലൂടെ ചെടികൾക്ക് പോഷണം നൽകുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. വേരുകൾ കൂടി മാത്രമല്ല, ഇലകളിലൂടെയും പല പോഷക മൂലകങ്ങളും ചെടികൾക്ക് വലിച്ചെടുക്കാം. വരൾച്ചയിൽ ജലദൗർലഭ്യവും വെള്ളക്കെട്ടുള്ള പ്രദേശത്ത് വായുവിൻ്റെ അഭാവവും വേരുകളുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുമ്പോൾ പോഷകങ്ങൾ പെട്ടെന്ന് ചെടികൾക്ക് ലഭ്യമാകാൻ സഹായിക്കുന്ന വളപ്രയോഗ രീതിയാണ് പത്രപോഷണം അഥവാ ഫോളിയർ ആപ്ലിക്കേഷൻ. മണ്ണിൽ കൂടി ലഭിക്കുന്ന പോഷകങ്ങൾ തികയാതെ വരുമ്പോഴും ഇലകൾ കൂടി നൽകുന്ന ഈ രീതി വളരെ ഫലപ്രദമാണ്. ചെടികൾക്ക് അവയുടെ വളർച്ചാ ഘട്ടത്തിൽ ആവശ്യമായ പോഷകമൂലങ്ങൾ ആവശ്യമായ അളവിൽ നൽകാൻ ഈ രീതി വളരെ ഫലപ്രദമാണ്. വെള്ളത്തിൽ അലിയുന്ന എല്ലാ രാസവളങ്ങളും ചെടികൾ ഇലകൾ വഴിയും വലിച്ചെടുക്കും. എന്നാൽ മണ്ണിലൂടെയുള്ള രാസവള പ്രയോഗത്തിന് മുഴുവൻ പകരമായി ഈ രീതി ഉപയോഗിക്കാൻ സാധിക്കില്ല. കാരണം ചെടികൾ വളർന്ന് ഇലകൾ ഉണ്ടായതിനു ശേഷമേ പത്രപോഷണം സാധ്യമാകൂ. ഇലകളിലൂടെ പോഷണം നൽകുന്നത് മണ്ണിലൂടെ പോഷണം നൽകുന്നതിനേക്കാൾ 20 ഇരട്ടി കാര്യക്ഷമമാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഇലകളിലെ ആസിരന്തം അഥവാ സ്റ്റൊമാറ്റയിൽ കൂടി വളരെ വേഗം പോഷകങ്ങൾ ചെടിയിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. ഇലയിലൂടെ പോഷകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുമെങ്കിലും
വളർച്ചയ്ക്ക് ആവശ്യമായ മുഖ്യ പോഷകങ്ങൾ മുഴുവനായി ഇവയിലൂടെ നൽകാനാവില്ല. താൽക്കാലികമായി അനുഭവപ്പെടുന്ന പോഷകക്കുറവ് പരിഹരിക്കാനും ചെറിയ അളവിൽ ആവശ്യമായ സൂക്ഷ്മമൂലകങ്ങൾ തക്ക സമയത്ത് ലഭ്യമാക്കാനും ഉൽപാദന വർധനവിനും ഇലകളിൽ പോഷക ലായനികൾ തളിച്ചു കൊടുക്കാം. അടുത്തതായി ഏതെല്ലാം വളങ്ങൾ ഇതിനായി ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം. വെള്ളത്തിൽ അലിയുന്ന രാസവളങ്ങളും ദ്രവരൂപത്തിൽ ലഭിക്കുന്ന വളങ്ങളും വെള്ളത്തിൽ കലക്കി ചെടികളിൽ തളിക്കുകയോ ജലസേചനത്തിനൊപ്പം നൽകുകയോ ചെയ്യാം. പ്രധാനപ്പെട്ട സസ്യമൂലകമായ നൈട്രജൻ വിളകൾക്ക് നൽകുന്നതിന് യൂറിയ, അമോണിയം ഫോസ്ഫേറ്റ്, ഡയമോണിയം ഫോസ്ഫേറ്റ് എന്നിവയിൽ ഏതെങ്കിലും വളമാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഇതിൽ ഏറ്റവും അനുയോജ്യം യൂറിയ തന്നെ. യൂറിയ വിളകളിൽ തളിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം പഴയ യൂറിയ ഉപയോഗിക്കരുത് എന്നതാണ്. കാരണം പഴക്കം ചെന്ന യൂറിയയിൽ ബൈയൂറേറ്റ് എന്ന വിഷാംശം അടങ്ങിയിട്ടുണ്ട്. മിക്ക ഫോസ്ഫറസ് വളങ്ങളും ജലത്തിൽ പൂർണ്ണമായും ലയിക്കുന്നതല്ലാത്തതിനാൽ ഫോസ്ഫറസ് അടിവളമായി ചേർത്ത് കൊടുക്കുന്നതാണ് രീതി. എന്നാൽ കൃത്യത കൃഷിയിൽ ഫോസ്ഫറസ് നൽകുന്നതിന് ഡയമോണിയം ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ് എന്നിവ ഉപയോഗിക്കാം. പൊട്ടാസ്യം എന്ന മൂലകം നൽകുന്നതിന് മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ്, പൊട്ടാഷ്യം സൾഫേറ്റ്, പൊട്ടാഷ്യം നൈട്രേറ്റ് എന്നിവ ഉപയോഗിക്കാം. 3 പ്രധാന മൂലകങ്ങളായ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം വിവിധ അളവുകളിൽ ലഭിക്കുന്ന ദ്രവരാസവളങ്ങൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. ഒന്നോ അതിലധികമോ സസ്യപോഷകങ്ങൾ ഉൾക്കൊള്ളുന്ന രാസലായനികളാണിവ. ഈ ദ്രാവകവളങ്ങൾ പൂർണ്ണമായും ജലത്തിൽ ലയിക്കുന്നത് കൊണ്ട് ഒരേ അളവിലും ഗാഢതയിലും വേഗത്തിലും വിളകൾക്ക് പോഷകങ്ങൾ ലഭിക്കുന്നു. ജൈവവളങ്ങളുടെ ഉപയോഗത്തിലുള്ള കുറവും കടും കൃഷിയും നേർവളങ്ങളുടെ അമിതമായ ഉപയോഗവും മൂലം മണ്ണിൽ സൂക്ഷ്മമൂലകങ്ങളുടെ അളവ് കുറയുകയും തന്മൂലം ഇവയുടെ അഭാവം വിളകളിൽ പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ മൂലകങ്ങൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ വിളകൾക്ക് ആവശ്യമുള്ളൂ. മാത്രമല്ല ഇവ മണ്ണിൽ നൽകുന്ന പക്ഷം പലവിധ രാസജൈവ പ്രവർത്തനങ്ങൾക്ക് വിധേയമാവുകയും ചെടികൾക്ക് ഇവയുടെ ലഭ്യത കുറയുകയും ചെയ്യുന്നു. ഈ കാരണങ്ങളാൽ സൂക്ഷ്മമൂലകങ്ങൾ നൽകുന്നതിന് വളരെ യോജിച്ച വളപ്രയോഗ രീതിയാണ് പത്രപോഷണം. സിങ്ക് സൾഫേറ്റ് എന്ന രൂപത്തിൽ സിങ്കും, ബൊറാക്സ് അല്ലെങ്കിൽ സോൽബോർ എന്ന രൂപത്തിൽ ബോറോണും, കോപ്പർ സൾഫേറ്റ് എന്ന രൂപത്തിൽ ചെമ്പും, അമോണിയം മോളിബിഡേറ്റ് എന്ന രൂപത്തിൽ മോളിബിഡിനവും ദ്രവരൂപത്തിൽ ചെടികൾക്ക് നൽകാവുന്നതാണ്. ഇന്ന് വിപണിയിൽ ധാരാളം സൂക്ഷ്മമൂലക മിശ്രിതങ്ങളും ലഭ്യമാണ്. 2018 പ്രളയത്തിൽ പലയിടങ്ങളിലും മേൽമണ്ണ് ഒലിച്ചുപോയി മണ്ണിലെ പോഷകങ്ങളെല്ലാം നഷ്ടപ്പെടുകയുണ്ടായി. ഇത് പിന്നീടുള്ള കൃഷിയെ സാരമായി ബാധിക്കുകയും ചെയ്തു. ഇപ്രകാരം ഫലഭൂഷ്ടി കുറഞ്ഞ മണ്ണിൽ വളങ്ങൾ മണ്ണിലൂടെ മാത്രം കൊടുക്കുന്നത് പല മൂലകങ്ങളുടെയും അഭാവത്തിന് കാരണമാകും. ഇത്തരം സാഹചര്യത്തിൽ പോഷകങ്ങൾ ഇലകളിൽ തളിക്കുന്നത് ഗുണം ചെയ്യും. പത്രപോഷണത്തിലൂടെ സൂക്ഷ്മമൂലകങ്ങളുടെ അഭാവം പരിഹരിക്കുന്നതിനായി കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത സമ്പൂർണ്ണ ഒരു സസ്യപോഷണ മിശ്രിതമാണ്. ഇവയിൽ ദ്വിതീയ മൂലകങ്ങളായ മഗ്നീഷ്യം, സൾഫർ എന്നിവയ്ക്ക് പുറമെ സൂക്ഷ്മമൂലകങ്ങളായ സിങ്ക്, ബോറോൺ, കോപ്പർ, ഇരുമ്പ്, മാംഗനീസ്, മോളിബിഡിനം എന്നിവ അടങ്ങിയിരിക്കുന്നു. നെല്ല്, വാഴ, പച്ചക്കറി എന്നീ വളകൾക്ക് വേണ്ടി വികസിപ്പിച്ച ഈ സസ്യപോഷണ മിശ്രിതം കർഷകർക്കിടയിൽ ഏറെ പ്രചാരം നേടിയിരിക്കുകയാണ്. മിക്കവാറും ഇലകളിൽ കാണുന്ന മഞ്ഞളിപ്പ് മഗ്നീഷ്യത്തിന്റെ അഭാവം മൂലമാണ് ഉണ്ടാകുന്നത്. ഇല ഞരമ്പുകൾ പച്ച നിറത്തിലും ഇടസ്ഥലം മഞ്ഞയായും കാണപ്പെടുന്നതാണ് ഇതിന്റെ ലക്ഷണം. ഇത് പരിഹരിക്കാൻ 5 ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ് 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിക്കാം. കേരളത്തിലെ ഏകദേശം 80% മണ്ണിലും ബോറോണിന്റെ അഭാവം ഉണ്ട്. തന്മൂലം പ്രധാന വിളകളിൽ വിളനഷ്ടം പ്രകടമായി കണ്ടുവരുന്നു. പ്രായമനുസരിച്ച് ബലവൃക്ഷങ്ങൾക്ക് ഒരു വൃക്ഷത്തിന് 25 മുതൽ 50 ഗ്രാം എന്ന അളവിലും പച്ചക്കറി വിളകൾക്ക് ഒരു ചെടിക്ക് 5 മുതൽ 10 ഗ്രാം എന്ന അളവിലും ബൊറാക്സ് മണ്ണിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. തക്കാളിയിൽ കാൽസ്യം എന്ന മൂലകത്തിന്റെ കുറവ് കൊണ്ട് സാധാരണയായി കാണപ്പെടുന്ന ലക്ഷണമാണ് ബ്ലോസം എൻറോഡ്. കായകളുടെ പുറമെ വട്ടത്തിൽ കറുത്ത പാടുകൾ കാണുന്നതാണ് ലക്ഷണം. കാൽസ്യം നൈട്രേറ്റ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ഇലകളിൽ തെളിച്ച് ഈ പ്രശ്നം പരിഹരിക്കാം. പത്രപോഷണങ്ങൾ വഴി വളങ്ങൾ നൽകുമ്പോൾ ഉണ്ടാവുന്ന മെച്ചം എന്തൊക്കെയാണെന്ന് നോക്കാം. ചെടികൾക്ക് ആവശ്യമായ പല മൂലകങ്ങളും തക്ക സമയത്ത് ലഭ്യമാകുന്നു. ചെടികൾക്ക് വളങ്ങൾ പെട്ടെന്ന് വലിച്ചെടുക്കാൻ പാകമാകുന്ന രീതിയിൽ ലഭ്യമാകുന്നു. മാത്രമല്ല ഉപയോഗിക്കേണ്ട വളങ്ങളുടെ അളവിൽ കാര്യമായ കുറവ് വരുത്തുന്നു. വേരുകൾക്ക് മണ്ണിൽ നിന്നും ആവശ്യമായ പോഷകങ്ങൾ ആഗിരണം ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ പത്രപോഷണം സഹായകരമാവുന്നു. വളങ്ങളുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നു. പത്രപോഷണം നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ശുപാർശ ചെയ്തിട്ടുള്ള വീര്യത്തിൽ തന്നെ തളിക്കണം. ഗാഢത കൂടിയാൽ ഇലകൾ കരിയുവാൻ സാധ്യതയുണ്ട്. രാവിലെയും വൈകുന്നേരവുമാണ് ചെടികൾക്ക് കോശങ്ങളിലൂടെ മൂലകങ്ങൾ വലിച്ചെടുക്കാൻ ഏറ്റവും യോജിച്ച സമയം. മഞ്ഞുതുള്ളി ഉള്ളതിനാൽ അതിരാവിലെ തളിക്കുമ്പോൾ ലായനി ഇലകളിൽ പറ്റി പിടിക്കുകയില്ല. 11 മണിക്ക് മുമ്പോ 3 മണിക്ക് ശേഷമോ ആണ് യോജിച്ച സമയം. ലായനി ഇലകളുടെ 2 വശവും വീഴുവാൻ ശ്രദ്ധിക്കണം. പത്രപോഷണം ഒരിക്കലും
മണ്ണിൽ കൂടിയുള്ള വളപ്രയോഗത്തിന് പകരം ആകില്ല. കാരണം മണ്ണിൽ കൂടി കൊടുക്കാവുന്ന അത്രയും അളവിൽ മൂലകങ്ങൾ ഇലകളിലൂടെ നൽകുവാൻ സാധ്യമല്ല. മണ്ണിലൂടെയുള്ള വളപ്രയോഗത്തെ പിന്താങ്ങുന്ന ഒരു പരിപാലന മുറയാണ് ഇത്. സംയോജിത രീതി അവലംബിക്കുന്ന മട്ടുപ്പാവ് തോട്ടങ്ങളിൽ പത്രപോഷണ രീതി വളരെ ഫലപ്രദമാണ്. ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി വിളകൾക്ക് വളം നൽകാം എന്നതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള വളപ്രയോഗം. വ്യത്യസ്തതയേറിയ നെൽപ്പാടങ്ങളിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചിലവ് കുറച്ച് പത്രപോഷണത്തിലൂടെ വളം നൽകാം എന്നതാണ് ഉപയോഗിക്കുന്നതിന്റെ മെച്ചം. ഡ്രോൺ ഉപയോഗിച്ച് നാനോ യൂറിയ നെൽപ്പാടങ്ങളിൽ തളിക്കുമ്പോൾ 500 മില്ലി 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ 1 ഏക്കറിലേക്ക് തളിക്കാവുന്നതാണ്. സൂക്ഷ്മ മൂലകങ്ങളുടെ അഭാവം പ്രകടമായ പാടശേഖരങ്ങളിൽ സമ്പൂർണ്ണ എന്ന സൂക്ഷ്മ മൂലകക്കൂട്ട് 1 കിലോഗ്രാം 15 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി ഡ്രോൺ ഉപയോഗിച്ച് 1 ഏക്കറിൽ തളിക്കാം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് SCCT ഉദ്യോഗമണ്ഡൽ എറണാകുളം. സൂക്ഷ്മ മൂലകങ്ങളുടെ പ്രാധാന്യവും ഇലകളിലൂടെ എങ്ങനെ പോഷണം നൽകാം എന്നതിനെപ്പറ്റി നമുക്കിന്ന് പരിചയപ്പെടാം. ആരോഗ്യമുള്ള മണ്ണ് ആരോഗ്യമുള്ള ചെടികളെയും അതുവഴി ആരോഗ്യമുള്ള സമ്പുഷ്ടമായ ഭക്ഷണം പ്രദാനം ചെയ്യുന്നു. സസ്യങ്ങൾക്ക് അടിസ്ഥാനപരമായി പോഷണം നൽകാൻ പര്യാപ്തമായ അളവിൽ ആവശ്യ മൂലകങ്ങളുടെ സാന്നിധ്യവും ലഭ്യതയും ആരോഗ്യമുള്ള മണ്ണിൻ ലക്ഷണത്തിന് ഒന്നാണ്. പൊതുവെ പറഞ്ഞാൽ സസ്യവളർച്ചയ്ക്ക് 17 പോഷക മൂലകങ്ങൾ അത്യന്താപേക്ഷിതമാണ്. അവയെ നാം ആവശ്യ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നു. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ, ഇരുമ്പ്, നാഗം, കോപ്പർ, ബോറോൺ, മാംഗനീസ്, ക്ലോറിൻ, മോളിബ്ഡിനം, നിക്കൽ എന്നിവയാണ് ഈ വിഭാഗത്തിൽ പെടുന്നത്. ഇവയിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ എന്നീ പോഷക മൂലകങ്ങൾ കൂടുതൽ അളവിൽ ചെടികൾക്ക് ആവശ്യമായതിനാൽ ഇവയെ മാക്രോ ന്യൂട്രിയൻസ് എന്ന് വിളിക്കുന്നു. മറ്റ് 8 മൂലകങ്ങൾ, അതായത് അയൺ, സിങ്ക്, കോപ്പർ, മാംഗനീസ്, ബോറോൺ, മോളിബ്ഡിനം, ക്ലോറിൻ, നിക്കൽ എന്നിവ താരതമ്യേന കുറഞ്ഞ അളവിൽ മാത്രമേ ചെടികൾക്ക് ആവശ്യമുള്ളൂ. ഇവയെ നാം സൂക്ഷ്മ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നു. വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ചെടികൾക്ക് ഇവ ആവശ്യമുള്ളൂവെങ്കിലും മറ്റു പോഷക മൂലകങ്ങൾ പോലെ തന്നെ ഏറെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ ഇവയും നിർവഹിക്കുന്നുണ്ട്. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നീ പോഷക മൂലകങ്ങളുടെ പ്രാധാന്യവും ഇവ സസ്യവളർച്ചയ്ക്ക് ലഭിക്കത്തക്ക രീതിയിലുള്ള വിവിധ വളപ്രയോഗ രീതികളും നാം പണ്ട് മുതൽക്കേ ശ്രദ്ധിക്കുന്ന വസ്തുതകളാണ്. എന്നാൽ ദ്വിതീയ മൂലകങ്ങളും സൂക്ഷ്മ മൂലകങ്ങളും ഇവയുടെ പ്രാധാന്യവും നാം അനുവർത്തിച്ചു വരുന്ന ഇന്നത്തെ കൃഷിരീതിയിൽ അത്ര തന്നെ ഊന്നൽ നൽകിയിട്ടില്ല. വിളകളുടെ വളർച്ച, ഉൽപാദന മികവ്, കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ, വലിപ്പം, നിറം, രുചി എന്നിവ സൂക്ഷ്മ മൂലകങ്ങളുടെ ലഭ്യതയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. വിളവെടുപ്പിന് ശേഷം ദീർഘകാലം കേടുകൂടാതെ കാർഷിക ഉൽപ്പന്നങ്ങൾ നിലനിർത്തുന്നതിനുള്ള കഴിവും സൂക്ഷ്മ മൂലകങ്ങളുടെ സാന്നിധ്യം വഴി സാധ്യമാകുന്നു. മറ്റ് മൂലകങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗത്തിലും വിളകളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിലും സൂക്ഷ്മ മൂലകങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. ഏകദേശം 40% മുതൽ 50% വരെ വിളവ് കുറയ്ക്കുന്നതിന് സൂക്ഷ്മ മൂലകങ്ങളുടെ അപര്യാപ്തത കാണാറുണ്ട്. സൂക്ഷ്മ മൂലകങ്ങൾ വിളവെടുപ്പിന് ശേഷം ദീർഘകാലം കേടുകൂടാതെ കാർഷിക ഉൽപ്പന്നങ്ങൾ നിലനിർത്തുന്നതിനുള്ള കഴിവും സൂക്ഷ്മ മൂലകങ്ങളുടെ സാന്നിധ്യം വഴി സാധ്യമാകുന്നു. മറ്റു മൂലകങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗത്തിലും വിളകളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിലും സൂക്ഷ്മ മൂലകങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നു. ഏകദേശം 40% മുതൽ 50% വരെ വിളവ് കുറയുന്നതിന് സൂക്ഷ്മ മൂലകങ്ങളുടെ അപര്യാപ്തത കാരണമാവാറുണ്ട്. സൂക്ഷ്മ മൂലകങ്ങൾ കുറവുള്ള മണ്ണിൽ വളരുന്ന സസ്യങ്ങളിൽ ഈ അഭാവം പ്രകടമാവുകയും അത്തരം കാർഷിക ഉൽപ്പന്നങ്ങൾ നാം ഭക്ഷണമായി ഉപയോഗിക്കുമ്പോൾ മൂലകങ്ങളുടെ കുറവ് മൂലം മനുഷ്യരിലും മൃഗങ്ങളിലും വിവിധ പോഷക വൈകല്യങ്ങൾ ഉണ്ടാകാനും ഇടവരുന്നു. കേരളത്തിലെ മണ്ണിന്റെ ഫലപുഷ്ടി പരിശോധിക്കുമ്പോൾ പൊതുവെ 5 പോഷക മൂലകങ്ങളുടെ കുറവാണ് വ്യാപകമായി കണ്ടുവരുന്നത്. പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം, നാഗം അഥവാ സിങ്ക്, ബോറോൺ എന്നിവയാണ് അവ. സസ്യവളർച്ചയിലും ഉൽപാദനത്തിലും ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയിലും വലിയ പങ്ക് വഹിക്കുന്നവയാണ് സൂക്ഷ്മ മൂലകങ്ങളും ദ്വിതീയ മൂലകങ്ങളും. സസ്യവളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമായ ചില രാസാഗ്നികളുടെ ഉദ്ദീപനം കോശങ്ങളിലെ ഓക്സീകരണ നിരോക്സീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന രാസാഗ്നികളുടെ ഉത്തേജനം, പ്രവർത്തനം, പ്രകാശ സംശ്ലേഷണം തുടങ്ങി നിരവധി സുപ്രധാന ധർമ്മങ്ങൾ നിർവഹിക്കുന്ന സൂക്ഷ്മ മൂലകങ്ങളാണ് സിങ്ക്, ഇരുമ്പ്, കോപ്പർ, മാംഗനീസ് എന്നിവ. സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ ഹോർമോൺ ആണ് ഓക്സിൻ. ഈ ഹോർമോണിന്റെ നിർമ്മാണത്തിൽ സിങ്ക് അല്ലെങ്കിൽ നാഗം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു.
സിങ്കിന്റെ അഭാവത്തിൽ ഓക്സിജൻ നിർമ്മാണം തടസ്സപ്പെടുകയും സസ്യവളർച്ച മുരടിക്കുകയും ചെയ്യുന്നു. നെൽകൃഷിയിൽ സിങ്കിന്റെ അഭാവം വളർച്ചയെ സാരമായി ബാധിക്കുന്നതായി കണ്ടുവരുന്നു. സൂക്ഷ്മമൂലകങ്ങളിൽ ബോറോൺ കേരളത്തിൽ പരക്കെ കുറവാണ്. മെരിസ്റ്റം കലകളുടെ വളർച്ച, വിഭജനം, കോശഭിത്തി രൂപീകരണം, പരാഗ രൂപീകരണം തുടങ്ങി അതിപ്രധാന ധർമ്മങ്ങൾ നിർവഹിക്കുന്ന പോഷകമൂലകമാണ് ബോറോൺ. അഗ്രമുകുളങ്ങളുടെ വളർച്ചാ വൈകല്യം, മുകുളങ്ങളിലും പൂവുകളിലും കായുകളിലും പ്രത്യക്ഷമാകുന്ന രൂപവൈകല്യങ്ങൾ, പൂവ്, കായ എന്നിവയുടെ പൊഴിച്ചിൽ എന്നിവ ഇന്ന് സർവ്വസാധാരണമായി കൊണ്ടിരിക്കുന്ന ബോറോൺ ന്യൂനത ലക്ഷണങ്ങളാണ്. തെങ്ങിൽ മച്ചിങ്ങ പൊഴിച്ചിൽ, കമുങ്ങിൽ അടയ്ക്ക വിണ്ടുകീറിപ്പൊഴിയൽ, വാഴയിൽ വെള്ളത്തുമ്പ്, നെല്ലിൽ വർദ്ധിച്ചു വരുന്ന പതിര്, പച്ചക്കറികളിൽ കായ് രൂപമാറ്റം എന്നിവ ഉദാഹരണങ്ങളാണ്. ദ്വിതീയ സൂക്ഷ്മമൂലങ്ങളുടെ ലഭ്യത പല ഘട്ടങ്ങളെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. മണ്ണിന്റെ അമ്ലക്ഷാര സൂചിക, ഭൗതിക ഘടന, ജൈവാവശ്യത്തിന്റെ തോത് എന്നിവ ഈ ഘടകങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ്. ആയതിനാൽ അമ്ലത ക്രമീകരണം, മണ്ണിനെ ജീവസുറ്റതാക്കുന്ന ജൈവവള പ്രയോഗം, മണ്ണിന്റെ ആരോഗ്യ പരിപാലന മുറകൾ എന്നിവ തീർച്ചയായും അവലംബിക്കേണ്ടതാണ്. മണ്ണിന്റെ ഭൗതിക രാസജൈവ ഗുണങ്ങൾ കുമ്മായ പ്രയോഗത്തിലൂടെയും ജൈവവള പ്രയോഗത്തിലൂടെയും മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ മണ്ണ് പരിശോധനയ്ക്ക് അടിസ്ഥാനമാക്കി ദ്വിതീയ സൂക്ഷ്മമൂലകങ്ങളിൽ മണ്ണ് പ്രയോഗിക്കാവുന്നതാണ്. ഇതിനായി കേരള കാർഷിക സർവകലാശാല ഇടക്കാല ശുപാർശ നൽകിയിട്ടുണ്ട്. മണ്ണ് പരിശോധിച്ച് മൂലകങ്ങളുടെ ന്യൂനത വ്യക്തമായാൽ പൊതുവെ ഏക്കർ ഒന്നിന് മഗ്നീഷ്യം സൾഫേറ്റ് 32 കിലോഗ്രാം, സിങ്ക് സൾഫേറ്റ് 8 കിലോഗ്രാം, ബോറാക്സ് 4 കിലോഗ്രാം എന്നീ അളവിൽ മണ്ണിൽ പ്രയോഗിക്കാവുന്നതാണ്. വിശദമായ പഠനങ്ങൾക്ക് ശേഷം ഈ ഇടക്കാല ശുപാർശയിൽ പ്രദേശാനുസൃതമായ വ്യതിയാനം വരുത്തിയിട്ടുണ്ട്. വിവിധ കാർഷിക കാലാവസ്ഥ യൂണിറ്റുകൾക്കായി വിശദമായ പഠനങ്ങൾക്ക് ശേഷം പരീക്ഷിച്ച ശുപാർശകൾ സർവകലാശാല പാക്കേജ് ഓഫ് പ്രാക്ടീസ് എന്ന ബുക്കിൽ ലഭ്യമായിരിക്കും. മണ്ണിൽ സൂക്ഷ്മമൂലകങ്ങൾ, പോഷകവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ മണ്ണ് പരിശോധനയ്ക്ക് ശേഷം മാത്രം പ്രയോഗിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. സൂക്ഷ്മമൂലകങ്ങൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ വിളകൾക്ക് ആവശ്യമുള്ളൂ എന്നതിനാൽ ഇലകളിൽ തളിച്ചു കൊടുക്കുന്ന പത്രപോഷണ രീതി കൂടുതൽ ഫലപ്രദമായിരിക്കും. സസ്യങ്ങൾക്ക് മണ്ണിൽ നിന്നുള്ള പോഷകങ്ങളുടെ ലഭ്യത നിരവധി ഘടകങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നു. മണ്ണിന്റെ അമ്ലത സൂചിക, മണ്ണിന്റെ താപനില, മണ്ണിലെ ജലത്തിന്റെയും വായുവിന്റെയും അളവ്, മറ്റ് മൂലകങ്ങളുടെ ലഭ്യത, വിളകളുടെ വേരുകളെ ബാധിക്കുന്ന കുമിളകൾ, നിമാവിരകൾ എന്നിവ മണ്ണിൽ നിന്ന് മൂലകങ്ങളുടെ ലഭ്യതയെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളാണ്. മണ്ണിൽ ചേർത്ത് കൊടുക്കുന്ന സൂക്ഷ്മമൂലകങ്ങളുടെ 10% താഴെ മാത്രമേ ചെടികൾക്ക് ഉപയോഗപ്രദമാകാറുള്ളൂ. മാത്രമല്ല, മണ്ണിലെ വളപ്രയോഗത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ ഇവ ചെടികളുടെ വിവിധ ഭാഗങ്ങളിൽ എത്തുകയുള്ളൂ. ഇത്തരം പ്രശ്നങ്ങൾ തരണം ചെയ്ത് കൂടുതൽ കാര്യക്ഷമമായി ചെടികൾക്ക് സൂക്ഷ്മമൂലകങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്താൻ പത്രപോഷണം വളരെ ഫലപ്രദമാണ്. അതിനായി നേർവളങ്ങളിൽ പത്രപോഷണത്തിനായി ഉപയോഗിക്കാവുന്നതാണ്. പൊതുവായി പറഞ്ഞാൽ വിളയുടെ വളർച്ചയ്ക്കനുസരിച്ച് 2 ഗ്രാം മുതൽ 5 ഗ്രാം വരെ 1 ലിറ്ററിൽ എന്ന തോതിൽ വളങ്ങൾ വെള്ളത്തിൽ കലക്കി തളിക്കാവുന്നതാണ്. എങ്കിലും ബോറോൺ അടങ്ങിയ വളങ്ങൾ തളിക്കേണ്ട അളവ് പൊതുവെ ലിറ്ററിൽ 2 ഗ്രാം എന്ന് നിജപ്പെടുത്തേണ്ടതാണ്. കേരളത്തിലെ മണ്ണിന്റെ പോഷക നിലവാരത്തിനനുസരിച്ച് വിവിധ വിളകൾക്ക് ഉപയോഗിക്കാവുന്ന പോഷക മിശ്രിത കൂട്ടുകൾ കാർഷിക സർവകലാശാലയും കേന്ദ്ര ഗവേഷണ സ്ഥാപനങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. മണ്ണിൽ ഉപയോഗിക്കാവുന്ന കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ 2 പോഷക മിശ്രിതത്തിന്റെ പേരുകളാണ് അയർ, അതുപോലെ വാഴ മൈക്രോമിക്സ്. ഇവ രണ്ടും വാഴയിൽ ശുപാർശ ചെയ്യുന്നു. വാഴ നട്ട് 2-ാം മാസവും 4-ാം മാസവും 100 ഗ്രാം വീതം മണ്ണിൽ ചേർത്ത് കൊടുത്ത് അയർ എന്ന പോഷക മിശ്രിതം ഉപയോഗിക്കാം. വാഴ മൈക്രോമിക്സ് ഹെക്ടർ ഒന്നിന് 10 കിലോഗ്രാം എന്ന തോതിൽ മണ്ണിൽ ചേർത്ത് കൊടുക്കാൻ നിർദ്ദേശിക്കുന്നു. വാഴയിൽ പത്രപോഷണം വഴി പോഷക മിശ്രിതം കൊടുക്കാവുന്ന പോഷക മിശ്രിതത്തിന്റെ പേരാണ് സമ്പൂർണ്ണ KU മൾട്ടിമിക്സ്. ഇവ 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി വാഴ നട്ട് 2-ാം മാസം മുതൽ 2 മാസം ഇടവിട്ട് ഇലകളിൽ തളിച്ചു കൊടുക്കുക. പച്ചക്കറികൾക്കും സമ്പൂർണ്ണ KU മൾട്ടിമിക്സ് എന്ന പോഷക മിശ്രിതം ഉപയോഗിക്കാവുന്നതാണ്. ഇവ 5 ഗ്രാം മിശ്രിതം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി നേരിട്ട് വിതയ്ക്കുന്ന പച്ചക്കറി വിളകളിൽ വിത്തിട്ട് 30, 45, 60 ദിവസങ്ങളിലും പറിച്ചു നടന്ന വിളകളിൽ തൈ നട്ട് 15, 30, 45 ദിവസങ്ങളിലും തളിച്ച് കൊടുക്കുക. നെല്ലിൽ സമ്പൂർണ്ണ KU മൾട്ടിമിക്സ് 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം എന്ന തോതിൽ കലക്കി ഞാറ് പറിക്കുന്നതിന് 1-2 ദിവസം മുമ്പായി ഞാറ്റിടയിൽ തളിച്ചു കൊടുക്കുക. പ്രധാന കൃഷിയിടത്തിൽ
ചിനപ്പ് പൊട്ടുന്ന സമയത്ത് 10 ഗ്രാം 1 ലിറ്റർ എന്ന തോതിൽ തളിച്ചു കൊടുക്കുക. കേരളത്തിലെ കാർഷിക നിലങ്ങളിൽ ദ്വിതീയ പോഷക ദാരിദ്ര്യം അനുഭവിക്കുന്ന ഇടങ്ങളാണെന്ന് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുകയുണ്ടായി. ചെടികൾക്ക് ആവശ്യമുള്ള മൂലകങ്ങൾ ലഭ്യമല്ലാതായപ്പോൾ സംഭവിച്ചത് വിളവിന്റെ കുറവ് മാത്രമല്ല, രോഗകീടബാധയും കൂടിയായിരുന്നു. തുടർന്ന് കർഷകർക്ക് കീടരോഗ നിയന്ത്രണ മാർഗങ്ങൾ അവലംബിക്കേണ്ടി വന്നു. കേരളത്തിലെ കർഷകർ അഥവാ കാർഷിക നിലങ്ങൾ കഴിഞ്ഞ് കുറച്ച് വർഷങ്ങളായി നേരിടുന്ന പ്രധാന പ്രശ്നമാണ് മുകളിൽ പ്രതിപാദിച്ചത്. ഇതിന് ഒരു ശാസ്ത്രീയമായ പരിഹാരം എന്ന നിലയ്ക്കാണ് കേരള കാർഷിക സർവകലാശാലയുടെ സമ്പൂർണ്ണ KU മിക്സ് തയ്യാറാക്കി കേരളത്തിലെ വിവിധ ചെടികൾക്ക് നിർദ്ദേശിച്ചു തുടങ്ങിയത്. ചെടികളുടെ വളർച്ചയ്ക്കും നല്ല സൂക്ഷ്മ വിളവിനും രോഗപ്രതിരോധത്തിനും സൂക്ഷ്മമൂലങ്ങളുടെ സാന്നിധ്യം ആവശ്യമാണ്. ഇത് ശരിയായ അളവിൽ ഓരോ വിളകൾക്കും എത്രമാത്രം എങ്ങനെയെല്ലാം നൽകണം എന്നതെല്ലാം ശാസ്ത്രീയമായി നിർദ്ദേശിക്കപ്പെടുന്നുണ്ട്. അതുപോലെ മൂലകങ്ങളുടെ പാരസ്പര്യവും ഇവ പരിഗണിക്കേണ്ടതുണ്ട്. സൂക്ഷ്മ മൂലകങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി തയ്യാറാക്കിയ ഈ മിശ്രിതത്തിൽ ഫില്ലറായി ദ്വിതീയ മൂലകങ്ങളും ഇടം പിടിച്ചിട്ടുണ്ട്. പൊട്ടാസ്യം, മഗ്നീഷ്യം, സൾഫർ, സിങ്ക്, കോപ്പർ, ബോറോൺ, മോളിബ്ഡിനം തുടങ്ങിയ മൂലകങ്ങളാണ് സമ്പൂർണ്ണയിൽ പ്രധാനമായും അടങ്ങിയിട്ടുള്ളത്. സസ്യങ്ങളിൽ പെട്ടെന്ന് ആഗിരണം ചെയ്യുന്നതിനായി ഇലകൾ വഴിയാണ് ഇത് നൽകുന്നത്. കേരള കാർഷിക വിപണിയിൽ സമ്പൂർണ്ണ എത്തിച്ചേർന്നിട്ട് ഏതാണ്ട് 1/2 പതിറ്റാണ്ടിലേറെയായി. നെല്ല്, വാഴ, പച്ചക്കറി എന്നിവയ്ക്കായി പ്രത്യേകം തയ്യാറാക്കിയ സമ്പൂർണ്ണ മിശ്രിത കൂട്ടുകൾ വിളകളിൽ പരീക്ഷിച്ചപ്പോൾ ലഭിച്ച പുതുപ്രതീക്ഷ മറ്റിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് കേരളത്തിലെ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളും ഏർപ്പെടുന്നു. മണ്ണിൻ്റെ അമ്ലത ക്രമീകരണം, ജൈവവള പ്രയോഗം, മണ്ണ് പരിശോധനാടിസ്ഥാനത്തിലുള്ള സന്തുലിത വളപ്രയോഗം എന്നിവയിലൂടെ മണ്ണിൻ്റെ ആരോഗ്യം പരിപാലിച്ച് സൂക്ഷ്മമൂലങ്ങളുടെ ലഭ്യത വർദ്ധിപ്പിക്കാവുന്നതാണ്. കുറഞ്ഞ അളവിൽ ഈ സൂക്ഷ്മമൂലകങ്ങൾ വിളകൾക്ക് ആവശ്യമുള്ളൂവെങ്കിലും അവയുടെ ലഭ്യത കൃഷിയിടത്തിൽ ഉറപ്പുവരുത്തുന്നത് വഴി ഇത്തിരി വളം ഒത്തിരി വിളവ് എന്ന ആശയം പ്രാവർത്തികമാക്കാവുന്നതാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. അടുത്തതായി FACTയിൽ നിന്ന് കർഷകർക്ക് ലഭിക്കുന്ന രാസവളങ്ങളും അതുപോലെ ജൈവവളങ്ങളെയും പറ്റി പരിചയപ്പെടാം. ഭാരത് NPK 20-20-0-13 ഫാക്ടംഫോസ് സ്വന്തം ഉൽപ്പന്നമായ ഫാക്ടംഫോസ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ ഫാക്ടിൽ നിന്ന് ഭാരത് NPK 20-20-0-13 ആയി ലഭിക്കുന്നതാണ്. 5 പതിറ്റാണ്ടിലേറെയായി അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ അമ്പലമേട് ഉദ്യോഗമണ്ഡലിൽ വളം നിർമ്മാണശാലയിൽ നിന്ന് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. 60% അമോണിയം സൾഫേറ്റിൻ്റെയും 40% അമോണിയം ഫോസ്ഫേറ്റിൻ്റെയും രാസ സംയോജനമായ ഈ ഉൽപ്പന്നം സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ, ഫോസ്ഫറസ് എന്നീ 2 പ്രധാന പോഷകങ്ങൾ 20% വീതം നൽകുന്നു. കൂടാതെ ഇന്ത്യൻ മണ്ണിൽ നിർണായക മൂലകമായ സൾഫറും 13% വീതം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഗുണനിലവാരവും വിളവ് മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമാകുന്നു. നൈട്രജനും ഫോസ്ഫറസും രാസപരമായി കലർന്നതിനാൽ സമീകൃത പോഷണവും ഉപയോഗക്ഷമതയും വർദ്ധിക്കും. ഉൽപ്പന്നത്തിൽ ലഭ്യമാകുന്ന നൈട്രജൻ മൂലകം അമോണിയക്കൽ രൂപത്തിനായതിനാൽ ബാഷ്പീകരണം വഴി ഉണ്ടാകുന്ന പോഷകനഷ്ടം കുറയ്ക്കുകയും ഫോസ്ഫറസ് മൂലകം വെള്ളത്തിൽ ലയിക്കുന്നതിനാൽ വേരുകൾക്ക് പോഷകങ്ങൾ എളുപ്പത്തിൽ ആഗീകരണം ചെയ്യുവാനും സാധിക്കുന്നു. ഫാക്ടംഫോസ് അടിവളമായും മേൽവളമായും ഉപയോഗിക്കാം. ഭാരത് NPK 20.5-00-23 ഫാക്ട് അമോണിയം സൾഫേറ്റ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ FACTയിൽ നിന്ന് ഭാരത് NPK 20.5-00-23 എന്ന പേരിൽ ലഭ്യമാണ്. 6 പതിറ്റാണ്ടിലേറെയായി FACTയുടെ അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ ഉദ്യോഗമണ്ഡലിൽ നിന്നാണ് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉൽപ്പന്നത്തിൽ 20.5% നൈട്രജനും 23% സൾഫറും അടങ്ങിയിരിക്കുന്നു. നൈട്രജനും സൾഫറും ചേർന്ന രാസമിശ്രിതമായ ഈ ഉൽപ്പന്നം ചെടികൾക്ക് ലഭിക്കുന്ന പോഷകങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. വളത്തിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ മൂലകം വിളകളുടെ വിളവും ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും. കൂടാതെ സൾഫർ കീടങ്ങളെയും രോഗങ്ങളെയും വിളകളെ ബാധിക്കാതെ പ്രതിരോധിക്കുന്നു. നെല്ല്, വാഴ, കരിമ്പ്, പച്ചക്കറികൾ, കാപ്പി, തേയില, കുരുമുളക് തുടങ്ങിയ തോട്ടവിളകൾക്ക് അനുയോജ്യമായ വളമാണ് ഈ ഉൽപ്പന്നം. ഭാരത് NPK 20.5-00-23 വസ്തുതയിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ അമോണിയക്ക് രൂപത്തിനായതിനാൽ മണ്ണിൽ നിന്ന് ഒലിച്ചു പോകാതെയും ബാഷ്പീകരണം കുറയ്ക്കുകയും ചെയ്യുന്നു. അമോണിയം സൾഫേറ്റ് ഈർപ്പം ആഗീകരണം ചെയ്യുന്നില്ല.
ആയതിനാൽ പോഷകങ്ങൾ നഷ്ടപ്പെടുന്നില്ല. ഭാരത് NPK 15-15-15, FACT NPK 15-15-15 എന്ന അളവിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നീ 3 പ്രധാന പോഷകങ്ങൾ 15% വീതം തുല്യ അളവിൽ അടങ്ങിയിരിക്കുന്നു. NPK 15-15-15ന്റെ പ്രയോഗം മൂലം വിളകളുടെ വളർച്ച, വേര് വികസനം, മെച്ചപ്പെട്ട വിളവ് എന്നിവ വർദ്ധിപ്പിക്കുന്നു. നൈട്രജൻ വിളകളുടെ വളർച്ചയ്ക്കും ഫോസ്ഫറസ് വേരുകളുടെ വികസനം വർദ്ധിപ്പിക്കുവാനും പൊട്ടാസ്യം രോഗപ്രതിരോധത്തിനും വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. കൂടാതെ 3 പോഷകങ്ങളും മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് വിളവ് ഉറപ്പിക്കുന്നതിനും പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ വളങ്ങൾ ചെറിയ കൃഷിയിടങ്ങളിൽ അല്ലെങ്കിൽ അടുക്കള തോട്ടങ്ങൾക്ക് അനുയോജ്യമാണ്. ഈ വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ട ആനമുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. FACTയിൽ നിന്നും ഭാരത് MOP. FACT MOPയിൽ 60% പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട്. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രധാന പോഷകങ്ങളിൽ ഒന്നാണ് പൊട്ടാഷ്. കീടങ്ങൾക്കും രോഗങ്ങൾക്കും എതിരെയുള്ള പ്രതിരോധം വർദ്ധിപ്പിക്കാനും നൈട്രജൻ വളങ്ങളുടെ അമിതമായ ഉപയോഗത്തിൽ നിന്ന് ഉണ്ടാകുന്ന അസന്തുലിതാവസ്ഥ പരിഹരിക്കാനും വരൾച്ചയിൽ നിന്ന് വിളകളെ സംരക്ഷിക്കാനും പൊട്ടാഷ് സഹായിക്കുന്നു. ധാന്യങ്ങളുടെ വലിപ്പവും വിളവിന്റെ ഗുണനിലവാരവും വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. നിലക്കടല, സൂര്യകാന്തി തുടങ്ങിയ എണ്ണക്കുരുക്കളിൽ എണ്ണയുടെ അളവ് വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. പൊട്ടാഷ് വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ടാന മുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. വാഴ, നെല്ല്, കരിമ്പ്, പച്ചക്കറികൾ തുടങ്ങിയ എല്ലാ വിളകൾക്കും പൊട്ടാസ്യം ഉപയോഗിക്കാവുന്നതാണ്. ഫാക്ട് ഓർഗാനിക് എന്നത് FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്ത് ഫാക്ട് വിപണനം ചെയ്യുന്ന ഒരു പ്രകൃതിദത്ത ജൈവവളമാണ്. ഫാക്ട് ഓർഗാനിക് മണ്ണിന്റെ ഘടന, ജലം നിർത്താനുള്ള ശേഷി തുടങ്ങിയവയെ മെച്ചപ്പെടുത്തുന്നു. ഈ ജൈവവളത്തിൽ 12% ഓർഗാനിക് കാർബണും ചെറിയ അളവിൽ NPKയും അടങ്ങിയിരിക്കുന്നു. ഇതുകൂടാതെ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ മൂലകങ്ങളും കൂടാതെ ഇരുമ്പ്, സിങ്ക്, ബോറോൺ തുടങ്ങിയ സൂക്ഷ്മ പോഷകങ്ങളും ചെറിയ അളവിൽ നൽകുന്നു. ഫാക്ട് ഓർഗാനിക് എല്ലാ മണ്ണിലും, എല്ലാ വിളകളിലും, എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. ഫാക്ട് ഓർഗാനിക്കിൻ്റെ ഉപയോഗം മൂലം മണ്ണിരയുടെ എണ്ണത്തിലും ഗണ്യമായ വർധനവുണ്ടാകുന്നു. കൂടാതെ മണ്ണിൽ വായുസഞ്ചാരം വർദ്ധിക്കുന്നു. അമ്ലാവസ്ഥയും ക്ഷാരാവസ്ഥയും പോലുള്ള അസാധാരണ അവസ്ഥകളിൽ നിന്ന് മണ്ണിൻ്റെ pHനെ ഫാക്ട് ഓർഗാനിക് നിയന്ത്രിക്കുന്നു. ഫാക്ട് ഓർഗാനിക്കിൻ്റെ ഉപയോഗം മൂലം വേരുകളുടെ വളർച്ച മെച്ചപ്പെടുത്തുകയും ഉൽപ്പാദനക്ഷമത വർദ്ധിക്കുകയും ചെയ്യുന്നു. ഫാക്ട് ഓർഗാനിക് ജൈവ കൃഷിക്കും പഴം, പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കള തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. ഫാക്ട് ഓർഗാനിക് പ്ലസ് ഫാക്ട് വിപണനം ചെയ്യുന്ന ഒരു കോഴി അധിഷ്ഠിത പ്രകൃതിദത്ത വളമാണ് ഓർഗാനിക് പ്ലസ്. കൂടാതെ ഈ ജൈവവളം FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്തതാണ്. ഓർഗാനിക് പ്ലസ് മണ്ണിൻ്റെ ഘടന മെച്ചപ്പെടുത്തുകയും ജലം നിർത്താനുള്ള ശേഷിയും വർദ്ധിപ്പിക്കുന്നു. ഇത് മണ്ണിൻ്റെ വൻതോതിലുള്ള സാന്ദ്രത കുറയ്ക്കുകയും അതുവഴി ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഫാക്ട് ഓർഗാനിക് പ്ലസിൽ 14% ഓർഗാനിക് കാർബണും 0.5% NPKയും കൂടാതെ ചെറിയ അളവിൽ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. എല്ലാ മണ്ണിലും എല്ലാ വിളകളിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഓർഗാനിക് പ്ലസ് ജൈവ കൃഷിക്കും പഴം, പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കള തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. ഫാക്ട് പ്രോം ഫോസ്ഫറസ് റിച്ച് ഓർഗാനിക് മാനുവർ ഭാരത സർക്കാരിൻ്റെ PM പ്രണാം എന്ന സംരംഭത്തിന് കീഴിൽ FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്ത് വിപണനം ചെയ്യുന്ന ജൈവ അധിഷ്ഠിത പ്രകൃതിദത്ത വളമാണ് പ്രോം. ഈ വളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഉയർന്ന ഗുണമേന്മയും ആവശ്യമായ പോഷകങ്ങൾ മണ്ണിലേക്ക് സാവധാനത്തിൽ പുറത്തുവിടുന്നതുമായ ഈ ജൈവവളം മണ്ണിനെ സമ്പുഷ്ടമാക്കുന്നതിന് ഏറെ സഹായകരമാകുന്നു. ഇതിൽ P2O5 ആയി 8% ഫോസ്ഫറസ് കൂടാതെ ചെറിയ അളവിൽ നൈട്രജൻ, പൊട്ടാഷ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. പ്രോം എല്ലാ മണ്ണിലും, എല്ലാ വിളകളിലും, എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. പ്രോമിൻ്റെ പ്രയോഗം മൂലം മണ്ണിൻ്റെ ഓർഗാനിക് കാർബണിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും മണ്ണിൻ്റെ സുഷിരതയും ജലാംശം നിലനിർത്താനുള്ള ശേഷിയും മെച്ചപ്പെടുത്തുന്നു. ഇപ്രകാരം പ്രോം ഒരു മണ്ണ് കണ്ടീഷണറായും പ്രവർത്തിക്കുന്നു. ഫാക്ട് FOM ഫെർമെൻറ്റഡ് ഓർഗാനിക് മാനുവർ ഫാക്ട് FOM പരിസ്ഥിതി സൗഹൃദവും മണ്ണിൽ ദീർഘകാലം നിലനിൽക്കുന്നതുമായ പ്രകൃതിദത്ത ജൈവവളമാണ്. ഈ വളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഫാക്ട് FOMൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ കുറഞ്ഞത് 1 മുതൽ 2% വീതവും കൂടാതെ ചെറിയ അളവിൽ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. മണ്ണിൻ്റെ ഘടനയെ പരിപോഷിപ്പിക്കുകയും ചെടികൾക്ക് പോഷക ലഭ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന FOM ജൈവ കൃഷിക്കും പഴം, പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കള തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. പ്രോം എല്ലാ മണ്ണിലും, എല്ലാ വിളകളിലും, എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. ഫാക്ട് PDM പൊട്ടാഷ് ഡിറൈവ്ഡ് ഫ്രം മൊളാസസ് പൊട്ടാഷിൻ്റെ സ്വാഭാവിക ഉറവിടം എന്ന് വിശേഷിപ്പിക്കാവുന്ന ജൈവവളമാണ് ഫാക്ട് PDM. കരിമ്പ് പിഴിഞ്ഞു കെട്ടുന്ന ശർക്കരപ്പാവിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ഈ ജൈവവളത്തിൽ 14% പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നു.
ഈ ജൈവവളം എഫ്സിഒ നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ചെറിയ അളവിൽ നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ കൂടാതെ ചെറിയ അളവിൽ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്. PDM ഉപയോഗിക്കുന്നത് മൂലം ചെടികളിലെ സസ്യ ഹോർമോണുകളെ ഉണർത്തി വിളകളുടെ അഭിവൃദ്ധിക്കും അതിനോടൊപ്പം തന്നെ മണ്ണിന്റെ ഘടന, ജലം നിർത്താനുള്ള ശേഷി, മണ്ണിന്റെ ആരോഗ്യം എന്നിവ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. മണ്ണിൽ ഒരിക്കൽ പ്രയോഗിച്ചാൽ സൂക്ഷ്മാണുക്കൾ പെരുകി മണ്ണിന്റെ ഫലപുഷ്ടിയും ഇതിനോടൊപ്പം വർദ്ധിപ്പിക്കുന്നു. ജൈവകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ വളമാണ് PDM. എല്ലാ വിളകൾക്കും എല്ലാ മണ്ണിനും വിളകളുടെ വളർച്ചയെ പ്രതിരോധിക്കുന്നതിന് PDM അത്യുത്തമമാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. FECT കാർഷിക സ്പോൺസർഡ് പരിപാടി.